ഇനി അമ്മ കിടന്നു. ആഹാ, നീ ഇതെവിടെ പോവാ? ദുബായ് മാമിന്റെ കൂടെ ഇരുന്ന് ഇന്നത്തെ കണക്കുകളൊക്കെ ഒന്ന് നോക്കണം. നാളെ എത്ര ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ എന്നാലേ പറയാൻ പറ്റൂ. മോളെ, നീ ഇവിടെ ഇരുന്നേ. അല്ല അമ്മേ, ഇപ്പൊ നീ എങ്ങോട്ടും പോകണ്ട, ഇവിടെ എന്റെ അടുത്ത് ഇരുന്നാ മതി. അതെന്തു പറ്റി? ഒന്നുമില്ല, എന്റെ അടുത്തൊന്നും എങ്ങോട്ടും പോവാൻ ഞാൻ സമ്മതിക്കില്ല. അത് കൊള്ളാലോ. പനിയോ തലവേദനയോ വേറെ അസുഖങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് പേടിക്കാനുള്ള പ്രശ്നങ്ങളുമില്ല. പിന്നെ എന്താ ഈ നിർബന്ധം? അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ മനസ്സിൽ വല്ലാത്തൊരു പേടി കടന്നിട്ടുണ്ട്. സന്ധ്യക്ക് നിലവിളക്ക് വെച്ച് കഴിഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാ. അത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അതെങ്ങനെയാ കുറയുന്നത്? ടെൻഷൻ കിട്ടിയത് അമ്മയുടെ മനസ്സിനല്ലേ? അത് അവിടെ കിടന്ന് പെറ്റ് പെരുകിക്കോളും. ഞാൻ കാണാത്തൊന്നുമല്ലല്ലോ. നിനക്കെന്തോ ആപത്ത് വരാൻ പോകുന്നുവെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ. ആര്? അയാളൊന്ന് ഇങ്ങോട്ട് ഇറക്കി വിട്ടെ. എന്റെ അമ്മയെ എന്തിനാ പേടിപ്പിക്കുന്നതെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. തമാശയായിട്ട് കാണണ്ട. ഇതിനു മുമ്പ് ഇതുപോലത്തെ തോന്നലുണ്ടായപ്പോഴൊക്കെ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ അമ്മ ഇപ്പൊ എന്താ കരുതുന്നേ? എന്റെ മോൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഗാഥ, സിത്താര മേഡം അതൊരു വഴിക്ക്, ഇവിടെ പുഴയോരാണെങ്കിൽ അത് വേറൊരു വഴിക്ക്. ഇതെല്ലാം കൂടി അവൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഇരുന്ന് ആലോചിച്ച് രൂപപ്പെട്ട് വരുന്നതാണ് ഈ ഒരു പേടി. അല്ലെങ്കിൽ എന്താ, ഞാൻ ഗോപാലമാമിന്റെ കൂടെ പുറത്തു പോകുന്നു, ടിക്കറ്റ് വിൽക്കുന്നു, തിരിച്ചു വരുന്നു. അതിനെന്താ? ആരെങ്കിലും ബഹളം വെക്കുന്നുണ്ടോ? ആരെങ്കിലും വഴിയിൽ തടഞ്ഞു നിർത്തുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. നീ ഇനി ഒന്നും പറയണ്ട. ഒരു കാര്യം ചെയ്, നീ ഇവിടെ എന്റെ കൂടെ കിടക്ക്. നീ ഇവിടെ അടുത്തില്ലാതിരുന്ന എനിക്ക് സമാധാനം കിട്ടില്ല. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോളാം. അത് പറ. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്നൊരു തോന്നൽ വരും അല്ലേ? അപ്പൊ പിന്നെ തങ്കത്തിന് പേടിയായി, ടെൻഷനായി. ഒന്നും പറയണ്ട. നീ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ശരി, ഞാനിനി അടുത്തുനിന്ന് മാറുന്നേയില്ല. പക്ഷേ മുന്നോട്ട് ജീവിക്കാനും കേസ് നടത്താനൊക്കെ ചെലവുണ്ടല്ലോ. അതിനി എന്ത് ചെയ്യും? നീ ഏത് നേരവും എന്റെ കൂടെ വന്ന് കിടക്കാനല്ല ഞാൻ പറഞ്ഞത്. പോകേണ്ട സ്ഥലത്തൊക്കെ നീ പോയിക്കോ. പക്ഷേ ഇപ്പൊ ഇവിടെ കിടന്നേ പറ്റൂ. എങ്കി ആയിക്കോട്ടെ. അമ്മ ആദ്യം കിടക്ക്. ഇപ്പൊ എങ്ങനെയാ? ധൈര്യം തോന്നുന്നുണ്ടോ? എന്റെ ധൈര്യത്തിന്റെ പേര് കൃഷ്ണ എന്നാ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. മമ്മി, മമ്മി എഴുന്നേക്ക്. മമ്മി, എനിക്കെന്തോ മനസ്സിന് വല്ലാതെ വിഷമം പോലെ തോന്നുന്നു.